ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന്റെ ടെൻഷനിലാണോ ഈ ശബ്ദം താഴ്ന്നിരിക്കുന്നത്? അതെ മോളെ, പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു തളർച്ചയായി. മോളെ സൂക്ഷിക്കണം. ഞാനും വരണം കൂടി അമ്മയോടും അച്ഛനോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കറിയാം, ഏത് കണ്ടീഷനിൽ തിരിച്ചു വന്നാലും രാധികയെ വെറും ശത്രുവായിട്ട് മാത്രമേ അവള് കാണൂ. കണിമംഗലത്ത് അവള് തിരിച്ചെത്തുന്ന നിമിഷം അവള് രാധികയെ ഇവിടെ നാടിച്ചിറക്കും. സൂര്യടക്കം ചിലര് കരയായിരിക്കും. പക്ഷേ ഞാൻ ചിരിക്കും, നല്ല സന്തോഷത്തോടെ ചിരിക്കും. ഓ, നേരം വെളുക്കുന്നത് മുതൽ രാധിക എന്ന് കേൾക്കുന്നതാ. അവളെ കണ്ടുപിടിക്കണം, അവളുടെ പെരുമാറ്റം അനുകരിക്കണം, കുടുംബത്തിനെയും കാരണവരെയും അവള് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം. അവൾ ആരാ? സത്യം പറഞ്ഞ കുറച്ചു ദിവസത്തേക്ക് വേണമെങ്കിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണെന്ന് പറയാം രാധികെ. കൽപ്പന, ദേഷ്യം വന്നല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ സൂര്യ, നിങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവത്തിന്റെ തീരുമാനങ്ങൾ വിചിത്രമാണല്ലോ. അത്തരത്തിൽ അതിവിചിത്രമായ ഒരു കാര്യം ദൈവം അങ്ങ് തീരുമാനിച്ചു. ഓ, ഇനിയേ ഇത് വിഴുങ്ങി തീർക്കാൻ കണിമംഗലത്തുള്ളവര് കുറച്ച് ബുദ്ധിമുട്ടും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ എന്നും പ്രിയങ്കയുടെ കൂടെയാ നിന്നിട്ടുള്ളത്. അവള് തിരിച്ചു വന്നാലും അവളുടെ അവകാശങ്ങൾ ചോദിച്ചാലും ഈ കൽപ്പന അവളുടെ കൂടെ നിൽക്കും. സൂര്യ പായസം കഴിച്ചു തീർക്കുന്നേ. ചെറിയമ്മേ, എന്തിരിപ്പാ ഇത്? എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു മോളെ. എന്റെ ശത്രുക്കൾക്ക് വീണ്ടും ശക്തി കൂടുക. എന്നിട്ടാണോ ചന്ദ്രശേഖരൻ വീണ്ടും ജയിലിലേക്ക് എന്നെ തിരിച്ചു പോയത്? ചെറിയമ്മേ, ഈ കേസിന്ന് ചന്ദ്രശേഖരനെ പുറത്തുവിടാൻ അത്ര എളുപ്പമൊന്നുമല്ല. പ്രിയങ്കയുടേതായാലും മറ്റു പെൺകുട്ടിയുടേതായാലും കൊലപാതക കുറ്റം അയാളുടെ തലയിലുണ്ട്. പിന്നെ നമ്മുടെ മുൻപിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം ഇവിടുന്ന് അങ്ങോട്ടുള്ള രാധികയുടെ ആറ്റിറ്റ്യൂഡാ. അല്ല മോളെ, പ്രിയങ്ക ഈ കണ്ടീഷനൊക്കെ ഭേദമായി തിരിച്ചു വന്നാല്? അതിനെക്കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നേ. അസുഖം മാറി പ്രിയങ്ക തിരിച്ചു വന്നാ അവള് പുതിയൊരു പെണ്ണായിരിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടും. പക്ഷേ പ്രിയങ്ക പഴയതുപോലെ തന്നെയായിരിക്കും. ആ പ്രിയങ്ക വരുണിന്റെ നിയമപരമായ ഭാര്യയും കൂടിയാണ്. അപ്പൊ എന്റെ മോള്? ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. കോടതി അങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുകയും. എല്ലാം അറിയുന്ന പ്രിയങ്ക തിരിച്ചുവരവിൽ അങ്ങനെ ഒരു ഫൈറ്റ് നടത്തണമെന്ന് ഉറപ്പൊന്നുമില്ല. മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ നാടകം വരെ നടത്തിയ പ്രിയങ്കയ്ക്ക് തിരിച്ച് കണിമംഗലത്തെത്താനുള്ള സാധ്യത തീരെയില്ല. സോ അതാണ് ഞാൻ പറഞ്ഞ രാധികയുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയങ്ക തിരിച്ചെത്തുമ്പോ രാധിക പതിവ് പോലുള്ള കരച്ചിലുമായിട്ട് വീണ്ടും വരുണിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ച കാര്യങ്ങൾ അപകടമാവും. പക്ഷേ മറിച്ചാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. രാധികയുടെയും വരുണിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വച്ചാണ്. ക്ഷേത്രവിധി പ്രകാരം ആ വിവാഹത്തിന് സാധ്യതയുണ്ട്. പ്രിയങ്ക തിരിച്ചു വന്ന സ്ഥിതിക്ക് കോടതി തന്നെ കോടതി വിധി പ്രസ്താവനയിലൂടെ പ്രിയങ്ക മരിച്ചു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതുവാ. അപ്പോ
ബോധപൂർവം പ്രിയങ്ക ജീവിച്ചിരിക്കെ വിവാഹം നടത്തിയെന്ന് പറയാൻ പറ്റില്ല. രാധിക സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. വരുണിന്റെ ഭാഗത്തു നിന്നും മനമാറ്റമൊന്നും ഉണ്ടാവാതിരിക്കുക. ദെൻ പ്രോബ്ലം സോൾവ്ഡ്. വരുണിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പ്രിയങ്ക മുന്നേ വന്നിന്ന് കരയോ മറ്റും ചെയ്ത രാധിക മോൾക്ക് ചിലപ്പോ മനസ്സ് കൈവിട്ടു പോവും. ഞാൻ രാധികയെ കാണാം, സംസാരിക്കാം. നിങ്ങളും അത് ചെയ്യണം. അവളുടെ ജീവിതം അവൾ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങളും അവളെ ഉപദേശിക്കണം. ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാതിരുന്ന ആളാ ഞാൻ. ഇപ്പൊ എന്റെ മോളും ആ വഴി തന്നെ. എന്താ ചെറിയമ്മ ഇത്? എല്ലാം കൈവിട്ടു പോയെന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാ? പ്രിയങ്ക തിരിച്ചു വന്നു എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. രാധികയോട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം, എല്ലാം ഓക്കെ ആക്കാം. ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ. മോളിപ്പോഴെങ്ങാനും തിരിച്ചു പോവോ? അതെങ്ങനെയാ? ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആവട്ടെ. എന്തെങ്കിലും ഒരു മരുന്ന് ചന്ദ്രശേഖരനും സിയയും കൂടി കണ്ടുപിടിക്കുമെന്ന് അറിയില്ലല്ലോ. അതും കൂടി ഇല്ലാതാക്കിയിട്ട് വേണം പോവാൻ. നീ മാത്രം ഇക്കാര്യത്തിൽ ചെറിയമ്മയുടെ ധൈര്യം. ആയിക്കോട്ടെ, ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ മകളെ വിളിച്ച് അടുത്തിരുത്തി അമ്മയെ പോലെ ജീവിതത്തിൽ തളർന്നിരിക്കാൻ പാടില്ലെന്നും പൊരുതി നിൽക്കണമെന്നും പറയണം. ഒരു തലമുറ തോറ്റ സ്ഥലത്ത് അടുത്ത തലമുറ ജയിക്കണ്ടേ? എന്റെ അമ്മയെ പോലെയോ ചെറിയമ്മ പോലെയോ ആയ മതിയോ ഞങ്ങള് രണ്ടുപേരും? ഞങ്ങള് ഫേസ് ചെയ്യുന്നത് പുതിയ ശത്രുക്കളെയല്ലേ. അപ്പോ കണ്ണീര് കുടിച്ചു സഹിച്ചു എന്ന പദം ഞങ്ങളുടെ ലൈഫിൽ പറ്റില്ല. അടിച്ചവനെ തിരിച്ചടിക്കാതെ നിലനിൽക്കാനും പറ്റില്ല. രാധികയ്ക്കെതിരെ ഒരു ശത്രു കൈ ഉയർത്തിയാൽ അവൾ തിരിച്ചടിച്ചിരിക്കണം. നമുക്കെല്ലാവർക്കും കൂടി അവളെ കൊണ്ടത് ചെയ്യിക്കാം. ഡോണ്ട് വറി. ഹലോ മാഡം, ഞാൻ ആരതിയെ കണ്ടായിരുന്നു. ആരതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അതിന്റെ ടെൻഷനിലാണോ ഈ ശബ്ദം താഴ്ന്നിരിക്കുന്നത്? അതെ മോളെ, പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു തളർച്ചയായി. മോളെ സൂക്ഷിക്കണം. ഞാനും വരണം കൂടി അമ്മയോടും അച്ഛനോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും പേടി എന്റെ കാര്യത്തില്.